ഞാൻ അറിയാതെ അവൾക്ക് പല ബന്ധങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. ഇഷ്ടമുള്ളതുപോലെ പോവുകയും വരികയും ചെയ്യുന്നു. ആഡംബര ജീവിതം നയിക്കുന്നു. നാട്ടുകാർ എന്നെ നോക്കി ചിരിക്കുകയാണ്. അതിനാൽ ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞെന്ന് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തൽ. കൊല്ലം പുനലൂർ സ്വദേശിനി ശാലിനിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഭർത്താവ് ഐസക് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 മക്കളുടെ മുന്നിലിട്ടാണ് ഐസക് ഭാര്യയെ കൊലപ്പെടുത്തിയത്. കുടുംബ വഴക്കുകളാണ് കൊലയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് പറയുന്നു. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ കുറച്ച് നാളുകളായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഭാര്യയുടെ വീട്ടിലെത്തിയ ഐസക് അതിക്രമം കാട്ടിയത്. രാവിലെ 6 മണിയോടെയാണ് പുനലൂർ കലയനാട് എന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവം ഉണ്ടായത്. പുനലൂരിലെ അൺഎയ്ഡഡ് സ്കൂളിലെ ജീവനക്കാരിയായ ശാലിനിയെ ഐസക് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞയാൾ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. ഞാനറിയാതെ അവൾക്ക് പല ബന്ധങ്ങളുണ്ടെന്നും ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് കൊന്നത് എന്നുമാണ് ഐസക് ലൈവിൽ പറയുന്നത്. ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണ്ണമെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ ഇഷ്ടമുള്ളതുപോലെ പോവുകയും വരികയും ചെയ്യുന്നു. തൻ്റെ 2 മക്കളിൽ മൂത്തയാൾ ക്യാൻസർ രോഗിയാണ്. അതിലൊന്നും അവൾക്ക് വിഷമമില്ല. ആഡംബര ജീവിതം നയിക്കണം. 2 മിനിറ്റോളം നീണ്ട ഫേസ്ബുക്ക് ലൈവിലാണ് പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കാര്യം ഭർത്താവ് ഐസക് വെളിപ്പെടുത്തിയത്. രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും എന്നാൽ അതുമായി ഭാര്യ മുന്നോട്ടു പോകുകയാണെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു. അവൾ രാത്രികാലങ്ങളിൽ വരികയും പോവുകയുമാണ് ചെയ്യുന്നതെന്നും വീഡിയോയിൽ ഐസക് പറയുന്നു. 1-2 വണ്ടി പഠിപ്പിച്ചു, വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ പോക്കാണെന്നും പറഞ്ഞ് വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ കിട്ടുമോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി കഴിയുകയും എവിടുന്നോ ജോലി അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ എന്നൊക്കെ അധ്വാനിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനിയല്ല, ജോലിയില്ല, ഒരു കാര്യങ്ങളില്ല. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിനിടെ ശാലിനിയുടെ വീട്ടിലെത്തിയ ഐസക് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ദമ്പതികളുടെ 19ഉം 11ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ദാരുണമായ കൊലപാതകം. സംശയത്തെ തുടർന്ന് തന്നെയാണ് ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് വിവരം. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. നേരത്തെ വഴക്കുണ്ടായിരുന്ന അവർ സെപ്പറേറ്റ് ആയിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ചേച്ചി ജോലിയുണ്ട്, ആ ജോലിക്ക് പോകാൻ വേണ്ടി കുളിക്കാനൊക്കെ വന്നേ. കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നു വെച്ചേക്കുമായിരുന്നു. എത്ര കുട്ടികളാണ് അവർക്ക് 2 പേര്. അങ്ങനെ അറിയത്തില്ല. അവർക്ക് മുമ്പേ അവർ തമ്മിൽ വഴക്കായിരുന്നല്ലോ. അന്നേരം പോയി. സംഭവശേഷം രക്ഷപ്പെട്ട ഐസക് രാവിലെ 9 മണിയോടെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. DMKയുടെ വനിതാ വിംഗ് കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് കൊല്ലപ്പെട്ട 37 വയസ്സുള്ള ശാലിനി. ശാലിനിയും ഭർത്താവ് ഐസക്കും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കം കഴിഞ്ഞ 3 വർഷങ്ങളായി ഉണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. പക്ഷേ ഇതിലൊരു എടുത്ത് പരിശോധിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു പെൺകുട്ടി, അതും വെറും 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ഭർത്താവിന്റെ ക്രൂരമായിട്ടുള്ള പീഡനം ഭയന്ന്, അയാളിൽ നിന്നുള്ള വധഭീഷണി ഭയന്ന് എന്നെ കൊലപ്പെടുത്തും എന്ന് ഉറപ്പിച്ച്, എന്നെ കൊലപ്പെടുത്തും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് അധികാരികൾക്ക് മുന്നാലെ ചെല്ലുന്നു. എന്നാൽ അതിന്മേൽ ഒരു ദിവസമെങ്കിലും ഈ പറയപ്പെടുന്ന അക്രമകാരിയായിട്ടുള്ള ഭർത്താവിനെ പോലീസ് സ്റ്റേഷന്റെ മൂലയിൽ നിർത്തുന്നതിനും അയാൾക്കെതിരായിട്ട് ഒന്നുകിൽ നിയമപരമായിട്ടുള്ള നടപടി, അല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ട ആളുകൾക്കെതിരായിട്ടൊക്കെ പോലീസ് എടുക്കുന്ന നടപടി ഉണ്ടല്ലോ, ആ നിലയ്ക്ക് അയാൾക്ക് ദേഹം നോവുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു താക്കീത് ഇത് ഏതെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ശാലിനി എന്ന് പറയുന്ന യുവതി ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു.
ന്യൂസ് 18 പുനലൂർ.